ഹായ്, ദിസ് ഇസ് ഡോക്ടർ ഹബീബ ബാനു, കിഡ്സ് ഡെൻ്റൽ കെയർ പാർട്ട് 4. ഇന്ന് പറയാൻ പോകുന്നത് പൾപെക്ടമീനെ കുറിച്ചാണ്. ലാസ്റ്റ് വീഡിയോയിൽ പൾപ്പോട്ടോമീനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താണ് പൾപ്പോട്ടോമി? നമ്മുടെ ക്രൗൺ പാർട്ട്, അതായത് ടൂത്തിൻ്റെ ക്രൗൺ പാർട്ട്, മുകൾ ഭാഗത്തിൽ നിന്ന് പൾപ്പിനെ റിമൂവ് ചെയ്യുന്നതിനെയാണ് പൾപ്പോട്ടോമി എന്ന് പറയുക. ഇന്നാണ് പറയാൻ പോകുന്നത് പൾപെക്ടമി, അതായത് മുകൾ ഭാഗത്തിൽ നിന്നും താഴെ ഭാഗത്തിൽ നിന്നും ക്രൗണിൽ നിന്നും റൂട്ടിൽ നിന്നും നരമ്പിനെ റിമൂവ് ചെയ്യുന്നതിനാണ്. എന്തിനാണ് ഇത് നമ്മൾ പൾപെക്ടമി ചെയ്യുന്നത്? നമ്മൾ ഇൻഫെക്ഷൻ വന്നിട്ട് സ്വെല്ലിംഗ് ഒക്കെ വന്ന കേസസിൽ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടി പൾപെക്ടമി ചെയ്യുന്നു. അതുപോലെ തന്നെ സിവിയർ പെയിനായ കേസസിൽ നമ്മൾ ഈ ചെയ്യുന്നു. നമ്മുടെ ബേബി ടൂത്ത് സേവ് ചെയ്യാൻ വേണ്ടി പൾപെക്ടമി ചെയ്യുന്നു. ഇതിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മളുടെ പൾപ്പിനെ റിമൂവ് ചെയ്ത് അതിലൊരു റിസോർബിളായ മെറ്റീരിയൽ വെച്ച് ഫില്ല് ചെയ്യും. ഇതിന് ഡെൻറ്റിസ്റ്റുമാർ പേരൻസിന് മനസ്സിലാവാൻ വേണ്ടി കുട്ടികളിൽ ചെയ്യുന്ന റൂട്ട് കനാൽ എന്നും പറയാറുണ്ട്. ഇനി നെക്സ്റ്റ് ഇതിൽ എന്താണ് പൾപെക്ടമി ചെയ്തില്ലെങ്കിൽ എന്ത് പ്രശ്നങ്ങളാണ് ഉണ്ടാവുകയെന്ന് നോക്കുക. നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ നമ്മളൊരു പൾപെക്ടമി ചെയ്തില്ലെങ്കിൽ ഒരു ആപ്സിസ് ഉണ്ടാവും, ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവും. അത് താഴോട്ടേക്ക് സ്പ്രെഡ് ആവും, വരാൻ പോകുന്ന പല്ലിനെയും അതുപോലെ തന്നെ ജോ ബോണിനെയും അത് എഫക്റ്റ് ചെയ്യും. ഇനി പൾപെക്ടമി സേഫ് ഫോർ കിഡ്സ് ആണോ? അത് കംപ്ലീറ്റ്ലി സേഫാണ് ആൻഡ് ഇഫക്റ്റീവ് ട്രീറ്റ്മെൻ്റ് ആണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത്. നമ്മളിവിടെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്തൊക്കെയാണ്? ഈ പൾപെക്ടമിക്ക് വേണ്ടി പലതരത്തിലുള്ള മെറ്റീരിയൽ ഉണ്ട് മാർക്കറ്റിൽ. അതിൽ മെയിനായിട്ടുള്ളത് MTA, ബയോഡെൻറ്റീൻ, ഫെറിക് സൾഫേറ്റ്, ഇതുപോലെയുള്ള റിസോർബിളായ മെറ്റീരിയൽ. അതായത് നമ്മുടെ ടൂത്ത് റിസോർബ് ആയി പോകുന്ന സമയത്ത് തന്നെ, റിസോർബ് എന്ന് വെച്ചാൽ തേയ്മാനം വന്ന് അതേ സമയത്ത് തന്നെ ഈ മെറ്റീരിയലും തേയ്മാനം സംഭവിച്ചു പോകും. ഇതൊരു പെയിൻഫുൾ പ്രൊസീജിയറാണ്. ചെറുതായിട്ട് പെയിൻ ഉണ്ടാവും. നമ്മളൊരു ലോക്കൽ അനസ്തീഷ്യ കൊടുത്തിട്ടാണ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാറ്.